ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇത് ഹോണ്ട സിറ്റിയാണ്. ഇതിൻ്റെ ഫോൾട്ട് എന്ന് പറയുന്നത് മീറ്ററാണ്. മീറ്റർ ആ നീഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ അത് വെട്ടി വെട്ടി കളിക്കും. ഇത് പൂർണ്ണമായിട്ടും ഫ്യൂവൽ, ടെമ്പറേച്ചർ, സ്പീഡോമീറ്റർ ഒന്നും പ്രോപ്പറായിട്ട് കാണിക്കത്തില്ല. ഇതിങ്ങനെ വെട്ടി വെട്ടി കളിക്കും. നോക്കണം, ഇതാണ് അതിൻ്റെ ഫോൾട്ട്. ഇവിടെ കൂടുതൽ വരും. ഫ്ലിക്കറിങ് പ്രോബ്ലം. ഞാനൊരു രാത്രി മൊത്തം ബാറ്ററി ഊരിയിട്ട് വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കൊടുത്തു. എന്നിട്ട് സ്ഥിതി തന്നെ മാറില്ല. ഈ മീറ്റർ ഇളകി റിപ്പയർ ചെയ്താലാണ് മാറില്ല. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഹോണ്ട സിറ്റിയുടെ മീറ്റർ. ഇത് നമുക്ക് പൊളിച്ച് നോക്കാം എന്താണ് ഫോൾട്ട് എന്നുള്ളത്, ആ ഫ്ലിക്കറിങ് പ്രോബ്ലം. ഇതാണ് ഹോണ്ട സിറ്റിയുടെ മീറ്റർ പൊളിക്കുന്നത്. ഇതാണ് അതിൻ്റെ PCB മദർ ബോർഡ്. ഫ്രണ്ടും ബാക്കും. ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്, ബാക്കിലാണ് ഫുള്ള് ഹാർഡ്വെയർ വരുന്നത്. മദർ IC എല്ലാം, റെഗുലേറ്ററുകൾ, PFകളെല്ലാം ബാക്ക് സൈഡിലാണ്. ഇവിടെയാണ് നമുക്കിന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഫോൾട്ട് എന്നുള്ളത്. സ്റ്റേ ട്യൂൺ. ഫ്രണ്ട്സ്, ഞാൻ ഇതിപ്പോൾ റിപ്പയർ ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കുറച്ച് കമ്പോണൻസൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മാറ്റിയതിന് ശേഷം ഇത് ഫ്ലിക്കറിങ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ നീഡിൽസ് ഞാൻ ടെമ്പററി എടുത്ത് വെച്ചിരിക്കുകയാണ് RPMൻ്റെ. നേരത്തെ അതായിരുന്നു കണ്ട് വെട്ടി വെട്ടി കളിച്ചുകൊണ്ടിരുന്നത്. ഇത് ഫൈനലി ഞാനത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എന്താണ് ലുക്ക് എന്നുള്ളത്. ഫ്രണ്ട്സ്, അങ്ങനെ ഹോണ്ട സിറ്റിയുടെ ക്ലസ്റ്റർ മീറ്റർ 100% സക്സസ്ഫുള്ളി റിപ്പയർഡ് ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഇത് ഇഗ്നിഷൻ ഓണാക്കുന്ന സമയത്ത് ഇങ്ങനെ വെട്ടി വെട്ടി ഫ്ലിക്കറിങ് ആയിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും റിപ്പയർഡ് ആയിട്ടുണ്ട്. നേരത്തെ ഈ RPMൻ്റെ നീഡ്സ് വെട്ടി വെട്ടി നിൽക്കുമായിരുന്നു. ഫ്യൂവൽ ഗേജ് അറിയാൻ പറ്റത്തില്ല, ടെമ്പറേച്ചർ അറിയാൻ പറ്റത്തില്ല, ആ സ്പീഡോമീറ്റർ ഇങ്ങനെ പല രീതിയിലുള്ള റീഡായിരുന്നു. ഇപ്പോൾ ഇത് റിപ്പയർ ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.